ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെൻഡർ റിവീലിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഗൈസ്. ഈ ഒരു വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി. എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ കാണാം. ഈ ഒരു വീഡിയോയിൽ എനിക്ക് വരുന്ന എൻ്റെ ന്യൂ സിബ്ലിങ് ബോയ് ആണോ ഗേൾ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഗൈസ്. അപ്പം നാളെയാണ് ജെൻഡർ റിവീൽ. നാളെ നമ്മൾ അലീനാൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് കൂടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ 3 ഫാമിലിയും. അപ്പം ദേണ്ടി ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കേസ്, നല്ല ഷേക്കി ക്യാമറയാണ്, റിയലി സോറി. ഇതാണ് കേസ്, ഞങ്ങൾ മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ്ട് ഞാൻ ബ്രൊമ്പെഡിയിലോ ക്രിക്കഡിയിലോ എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ റെയിൻ റോസിൻ്റെ കാര്യമൊക്കെ എന്തൊക്കെ പറയാം കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ ഡെക്കറേഷൻ ഞാൻ പാതി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബോയ് ഗേൾ അങ്ങനെയുള്ള കുറച്ച് റിട്ടേൺസില്ലേ, അതെല്ലാം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളതെല്ലാം ഒന്ന് സെറ്റാക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇതെൻ്റെ എല്ലിലായിട്ട് എൻ്റെ സൈഡിലിരിക്കുന്നത് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തതാണ്. അപ്പോൾ ഇവർ ബാർബിക്യൂ ആണ്, നമ്മൾ അന്നത്തെ ദിവസമാണ് ഫസ്റ്റ് സെറ്റാക്കിയത് ബാർബിക്യൂ. അപ്പോൾ ബാർബിക്യൂൻ്റെ സെറ്റിംഗ് ആണ് കേട്ടോ. എൻ്റെ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ബിക്കോസ് ഇതായിരുന്നു ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കുറച്ച് ട്രഡീഷണൽ ടൈപ്പ് ഡ്രസ്സാണ് ഇട്ടിരുന്നത്. കുറച്ച് ട്രഡീഷണൽ ടൈപ്പ് ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ജെൻഡർ റിവീലിൻ്റെ സമയത്ത് നമ്മൾ വെസ്റ്റേൺ ഡ്രസ്സിലോട്ട് മാറി കുറച്ച് ലൈക്ക് പ്രൊമോട്ടഡ് ടു ബിഗ് സിസ്റ്റർ, ലിറ്റിൽ സിസ്റ്റർ അങ്ങനെയുള്ള സംഭവം. അപ്പോൾ അതേണ്ട ഈ അലീനാൻ്റിയുടെ ഫ്ലവേഴ്സിൻ്റെ കൂടെയുള്ള ഫോട്ടോസാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. ഇത് അലീനാൻ്റിയുടെ ബാക്ക് യാർഡാണ് കേട്ടോ. നല്ല കുറേ ഓപ്ഷൻസ് ഉണ്ട് ഫോട്ടോ എടുക്കാൻ. ഇത് വൺ ഓഫ് ദ ഓപ്ഷൻസ് ആണ് കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ ബോയും വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇവിടെ ജെൻഡർ അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബേബിയുടെ ജെൻഡറിൻ്റെ. വി വർ സോ എക്സൈറ്റഡ് ഗൈസ്. പിന്നെ ഞങ്ങൾ ബോയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാനും പൊന്നും. അപ്പോൾ ഞാൻ ഈ ഒരു കളർ ബോയാണ് കേട്ടോ ഗൈസ് വെച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളിയാണ്. അലീനാൻ്റെ അടുത്ത് ബാക്ക് യാർഡിൽ കുറേ ഫോട്ടോസ് എടുക്കാനുള്ള കുറേ ഫ്രെയിംസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഫോട്ടോസ് എടുക്കുമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അമ്മയുടെ കൂടെയുള്ള കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ഇത് ഡാലിനങ്ങളും അലീന ആൻറ്റിയും കൂടെയാണ് കേട്ടോ ഈ ഒരു ഫോട്ടോ. പിന്നെ ഇത് അമ്മയുടെ ഫ്രണ്ടാണ്. അപ്പം ആൻറ്റിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് അമ്മയുടെയും അലീനാറ്റിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഇവർ ഹോസ്പിറ്റലിൽ അവരോട് വർക്ക് ചെയ്യുന്നതാണ്. അതായിരുന്നു ഞാൻ കുറച്ച് കണ്ടായിരുന്നു ഞാൻ മറ്റേ ജെൻഡർ റിവ്യൂവിൽ പൊട്ടിക്കാൻ നേരത്ത് ഉണ്ടായിരുന്ന എൻ്റെ കോസ്റ്റ്യൂം. അപ്പം ഞങ്ങളെല്ലാവരും ഇതിൻ്റെ ഫോട്ടോ എടുക്കുകയാണ്, ഞാനും പൊന്നും അമ്മയും കൂടെ. പൊന്നിൻ്റെ വീഡ് ഫേസസ് എല്ലാം മാറ്റി നല്ല അടിപൊളി ഫേസസ് ആക്കാനുള്ള കഷ്ടപ്പാടുകളിലായിരുന്നു ഞങ്ങൾ. അപ്പം ഞങ്ങൾ അടിപൊളിയായിട്ട് നിന്നൊക്കെ കൊടുക്കുകയാണ് ഫോട്ടോ എടുക്കാനായിട്ട്. ബിക്കോസ് അടിപൊളി ഫോട്ടോസ് എല്ലാം വേണമല്ലോ. അതുകൊണ്ട് അമ്മയുടെ ഈ ഒരു ഫേസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയിട്ട്, അല്ലെങ്കിൽ ഈ പ്രഗ്നൻസി ഫേസ് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അപ്പയും അമ്മയുള്ള കുറേ ഫോട്ടോസ് ഗൈസ്, കുറേ ഫോട്ടോസ് അവർ രണ്ടുപേരുള്ള എടുത്തിട്ടുണ്ട്. അപ്പയുടെ മൊട്ടത്തല കയറുന്നതല്ല കേട്ടോ ഗൈസ്. ഈ ഒരു പരിപാടിക്ക് 2 ദിവസം മുമ്പ് അപ്പോൾ ഹെയർ ഒന്ന് സെറ്റാക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഫ്രണ്ടിൽ മാത്രം മുടി വെച്ച് ബാക്കെല്ലാം മൊട്ടത്തലയാക്കി പോയി. പിന്നെ അപ്പം മൊത്തത്തിൽ മൊട്ടയാക്കി. അപ്പോൾ ഇത് ഞങ്ങളുടെ നെക്സ്റ്റ് ഫാമിലി ഫോട്ടോയാണ്. ഫാമിലി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവന്മാരോടെ കളിയും ചിരിയും അത് ഇത് മറ്റേതൊക്കെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ നിന്നിട്ടുണ്ട്. ഈ വീഡിയോ എടുത്ത ആരാണ് നിന്നോട് ചോദിക്കുക, എനിക്കറിയത്തില്ല ആരെ എടുത്തെന്ന്. എന്നാൽ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. അതാണ് ഞാൻ ഇതിനകത്ത് ഉദ്ദേശിച്ചത്. നല്ല അടിപൊളിയായിട്ട് സംഭവം എടുത്തിട്ടുണ്ട്. ഇനി വീഡിയോ എടുക്കുന്ന രീതിയിൽ എടുക്കാൻ പറ്റില്ല, കാരണം എൻ്റെ കയ്യിലുള്ള കുറേ വീഡിയോസ് കാണാതെ പോയി. ബിക്കോസ് ഐം റിയലി സോറി. എൻ്റെ കയ്യിലുള്ള കുറേ വീഡിയോസ് നമുക്ക് സ്പേസ് കൺസ്യൂമിങ് അങ്ങനെയുള്ള സംഭവമൊക്കെ ആയതുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് നമ്മുടെ സുന്ദര കുട്ടന്മാരാണ് കേട്ടോ നിൽക്കാൻ പോകുന്നത്. വേറെ ആരുമല്ല, ഇവാനും എൽവിനും ആണ് നമ്മുടെ ഫാമിലിയുടെ. ഇവരും നമ്മുടെ ഫാമിലിയാണ്, എന്നാലും അവരെയും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഗായ്സ്. അപ്പം അതാണ്ട് ഞങ്ങളെല്ലാവരും കൂടെ നിൽക്കുകയാണ്. ഞങ്ങൾ യോ അല്ല സോറി കേസ് യെസ് അങ്ങനെയുള്ള സിമ്പിളാണല്ലോ നമ്മുടെ തുംസ്. അപ്പോൾ ആ ഒരു സിമ്പിളാണ് ഇപ്പോൾ അവന്മാർ രണ്ടുപേരും കൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഇനി നമ്മുടെ ചെറിയൊരു ഫോട്ടോഷൂട്ട് കലാപരിപാടിയിൽ നെക്സ്റ്റ് ടൈപ്പാണ് ലവ് ഓൺ ദ ബേബി ബോം, റൈറ്റ്? സോ ഇപ്പം ലവ് എൽവിനും ഇവാനും കൂടെ ലവ് ആണ്. ഇവാൻ്റെ ഫേസ് ശ്രദ്ധിച്ചൊന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും ആ ഒരു സന്തോഷം ഫോട്ടോ എടുക്കാനുള്ള കണ്ടോ. പക്ഷെ എൽവി ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഏത് ബേബിക്കും ഏത് സംഭവത്തിലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ഹി വാസ് സോ ഹാപ്പി. അപ്പം ഞങ്ങൾ നിൽക്കുകയാണ്. പൊന്നിൻ്റെ കടയിലെ ഗൈസ്, പൊന്നു ബാക്കിലോട്ട് നിൽക്കുന്നുണ്ട്. എനിവേയ്സ്, സോ നമ്മൾ കുറേ ഫോട്ടോ
സെക്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊട്ടിച്ചത് കേട്ടോ. പിന്നെ വേറൊരു പ്രത്യേകതയും കൊണ്ടുണ്ട് അന്നത്തെ ദിവസം. അത് എന്താണെന്ന് വഴിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ലവ് സെറ്റായിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടെ ലവൊക്കെ അമ്മയുടെ വയറ്റിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് രണ്ടുപേരും നിന്നു കേട്ടോ. പക്ഷെ വേറൊരു ട്രാജഡി അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. വേറൊന്നുമല്ല, നമ്മൾ ജെൻഡർ റിവീൽ ചെയ്യാൻ നോക്കുന്നത് ലൈക്ക് ബലൂൺ പോപ്പിംഗ് ആണ് കേട്ടോ. വലിയൊരു ബ്ലാക്ക് ബലൂണിനകത്ത് അതിനകത്തുള്ള ബ്ലൂ ആണോ പിങ്ക് ആണോ എന്നോ അലീന ആൻറ്റി ഇടും. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. ഇനി എൻ്റെ പൊന്നിൻ്റെ പരാക്രമം കാണിച്ചു തരാം. ഒരു ലവ് സെറ്റാക്കാനാണ് ഞങ്ങൾ അമ്മയുടെ വയറ്റിൽ നോക്കുന്നത് കേട്ടോ. കുറച്ച് പാടായിരുന്നു, എന്നാലും ഞങ്ങൾ സെറ്റാക്കി. പൊന്നിനൊട്ടും താല്പര്യമില്ല കേട്ടോ. അപ്പോൾ കാണിക്കുന്നത് ഇത് എൻ്റെയാണെന്നാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മുടെ അപ്പയുടെയും അമ്മയുടെയും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ബേബി ഫോട്ടോഷൂട്ട് ആണ് കാണുന്നത് നിങ്ങൾ. അപ്പോൾ ഇതെൻ്റെ എങ്ങനെ പിടിക്കണം എങ്ങനെ നിൽക്കണമെന്ന് അറിയത്തില്ല. അലീനായിട്ട് കുറേ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച പൊസിഷനാണ് കേട്ടോ ഈ ഒരു പൊസിഷൻ. നല്ല ഹാർഡായിട്ട് തന്നെ എടുത്തൊരു പൊസിഷൻ, ഫസ്റ്റ് ഹാർഡായിട്ട് തന്നെ എടുത്ത പൊസിഷനാണ് കേട്ടോ ഇത്. ഡെന്നിയങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ റോസ് ആൻറ്റിക്ക് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ആൻറ്റി ഡ്യൂട്ടിക്ക് പോയേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആൻറ്റീനെ വിളിക്കാനായിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ദാണ്ട് ഡെന്നിയങ്ങൾ നിങ്ങൾ കണ്ടില്ലെങ്കിൽ. പിന്നെ എൽവിന് അവിടെ ചാടത്തോളപ്പുണ്ട്, ഇവൻ അവിടെ ചാടത്തോളപ്പുണ്ട്. എന്താ നമ്മുടെ സ്വന്തം മലീനേനെയാണ് ഈ ഫോട്ടോസ് എല്ലാം എടുക്കുന്നത്. 9, 8, 7, 6, 5, 4, 3, 2, 1. നമ്മളറിയില്ല പോയെന്ന്. അതെ ഗൈസ്, അതൊരു ബേബി ബോയ്ക്ക് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഇനി നമ്മുടെ കുറച്ച് ആഫ്റ്റർ നമ്മൾ ജെൻഡർ ആകുന്നതിന് ശേഷമുള്ള ഞങ്ങൾ കുറച്ച് ഉള്ള ഞങ്ങളുടെ പിക്ചേഴ്സാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാനും പൊന്നും നിങ്ങളുടെ പിക്ചറാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ ഇത് അടിപൊളി ക്യൂട്ട് പിക്ചറിലെ ഞാൻ വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഇന്ന് ദാലങ്ങളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഗൈസ്. നമുക്ക് മറക്കത്തില്ല എന്നാണ് ജെൻഡർ റിവീൽ ചെയ്യുന്നത്. ബിക്കോസ് ദാലങ്ങളുടെ ബർത്ത്ഡേ ആയിരുന്നു, അന്നാണ് ജെൻഡർ റിവീൽ ചെയ്തത്. എനിവേസ് നമ്മൾ ബാർബിക്യൂ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞാനിപ്പോൾ ചുമ്മാ എന്തൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരു പാട്ടിൽ ഞാൻ ഡാൻസ് കളിക്കാണ്ട് ഒരു പാട്ടിൽ ഞാൻ നിങ്ങളെ കാണിക്കുവാണ് എന്തൊക്കെയാണ് ബ്ലാ 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 കാണിക്കുകയാണ് കേട്ടോ. എനിവേസ് അപ്പോൾ ഗൈസ്, ഇത് നമുക്കൊരു ടോസ്റ്റർ അലീനൻ്റെ ആണെങ്കിലൊക്കെ ഇവരുടെ എൻ്റെ അപ്പയുടെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിക്ക് കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ ഗൈസ്. അങ്ങനെ എല്ലാവർക്കും ഒന്നും കൂടെ ഇറ്റ് ഈസ് എ ബേബി ബോയ്, വി ആർ വെയിറ്റിംഗ് ഫോർ ഹിം. അപ്പോൾ ബൈ.